ഇതുപോലെ കുട്ടികളുടെ കട കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ നെസ്റ്റ് അടിക്കുന്നില്ലേ? നമ്മൾ 90s കിഡ്സ് പണ്ട് സ്കൂളൊക്കെ അടക്കുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞ് കടയൊക്കെ ഇട്ട് നമ്മൾ ഓരോന്നൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് കട, നമ്മൾ ഓലയൊക്കെ മീഞ്ഞ് അങ്ങനത്തെ കട. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഡിസംബർ വെക്കേഷൻ ആയപ്പോൾ കുട്ടികൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കുട്ടികൾ തുടങ്ങിയ കടയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഞാനും വാപ്പയും കൂടെ ഒന്ന് കറങ്ങാൻ പോവാണ്. കറങ്ങാൻ പോവല്ല, നമ്മൾ പർച്ചേസിന് പോവാണ്. പിന്നെ ഇതേ നമ്മൾ ഈ കാണുന്നതാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഞാൻ പഠിച്ച സ്കൂൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. മെട്രോയിൽ നമ്മൾ കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം വാപ്പാൻ്റെ കൂടെ ഇതുപോലെ ഷോപ്പിങ്ങിന് ഇറങ്ങില്ല. അപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കണം. മെയിനായിട്ട് മല്ലി മുളകൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് കൊണ്ടുപോകണം വീട്ടിൽ പോകുമ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അരി, നമ്മൾ ബിരിയാണി വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഞാനും അനിയത്തിയൊക്കെ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി അരിയൊക്കെ വാങ്ങി, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി, അങ്ങനെ ഇതേ ഒരു കുന്നോളം സാധനം വാങ്ങി നമ്മൾ ബില്ലാക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇതേ അത്യാവശ്യം നല്ല നീളത്തിൽ ബില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ അത് സ്ഥിരമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ ഇതിനകത്താക്കി. ഇനി നമുക്ക് ചെമ്മീനും കൂടെ വാങ്ങിക്കാനുണ്ട്. കുറേ നാളായി അനിയത്തി ചെമ്മീൻ ബിരിയാണി വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്മീനും പിന്നെ കുറച്ച് കുഞ്ഞിമത്തിയും വാങ്ങിച്ചു. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഞാനും വാപ്പയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിപ്പ് കഴിയാതെ വീട്ടിൽ കയറത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഊണൊക്കെ കിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷേ വാപ്പ ഇടയ്ക്കൊക്കെ വരലുണ്ട്. ഞാൻ പിന്നെ മട്ടന്നൂർ അടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ ഊണൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെയാണ് മിക്കപ്പോഴും പോവല്. ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടാണ്, അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ഇങ്ങോട്ട് വരലില്ല. പിന്നെ നമ്മൾ കൂന്തൽ ഫ്രൈയും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കൂന്തലൊന്നും പറയാനില്ല, കിട്ടില്ല ടേസ്റ്റായിരുന്നു, നല്ല മസാലയായിരുന്നു കേട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ബീഫ് ഫ്രൈ ആണെങ്കിലും നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെ ഈ ബീഫൊന്നും ഇങ്ങനെ കഴിക്കുന്ന വലിയ താല്പര്യമില്ല. പക്ഷേ പൊറോട്ടയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വയറ് നിറച്ച് നല്ല ഹാപ്പി ആയിട്ട് ചോറും കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കാത്തിക്കുന്നുണ്ടാവും എന്താ കൊണ്ടുവരുന്നത്. കാരണം സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവർക്ക് അതോ ഇതോ ഒക്കെ കൊണ്ടു കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഐസ്ക്രീമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും തണുപ്പായതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ക്വസ്റ്റ്യൻ കേട്ടല്ലേ, ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമ്മൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് അടുത്ത വീട്ടിൽ കാണാം. ബൈ.